जैसे महत्वपूर्ण विभागों पर चर्चा होना चाहती है, सदस्यों का समय होता है, आप प्रश्नकाल नहीं करना चाहते। आखिर क्यों प्रश्नकाल स्थगित करा रहे हो आप? क्यों सदन के अंदर नारेबाजी, तख्तियां, पर्चियां फेंक रहे हो? ये सदन के अंदर मर्यादा आपकी? The same are declined. Please go back to your seats. വിവിധ വിഷയങ്ങളെ ചൊല്ലി പാർലമെന്റിന്റെ ലോക്സഭയും രാജ്യസഭയും ഇന്ന് ഒരുപോലെ പ്രക്ഷുബ്ധമായതിൻ്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആദ്യം രാജ്യസഭയുടെ കാര്യം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ, രാജ്യസഭയിൽ ആദ്യം ഇന്ന് നടന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതാനും ചില എംപിമാരുടെ, പുതിയ എംപിമാരുടെ സത്യപ്രതിജ്ഞ ആയിരുന്നുവെങ്കിൽ അതിനുശേഷം സഭ നിർത്തിവെച്ച് രാജ്യസഭ ചർച്ച ചെയ്യണമെന്ന് ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ചത് രണ്ട് കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തേത് ബീഹാറിലെ വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തലായിരുന്നുവെങ്കിൽ രണ്ടാമത്തേത് ഛത്തീസ്ഗഡിൽ BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീമാരെ ബജ്രംഗ് ദൾ തടഞ്ഞുവെച്ച് പരസ്യ വിചാരണ നടത്തി പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ച സംഭവമായിരുന്നു. ഈ രണ്ട് കന്യാസ്ത്രീമാരെയും ഇപ്പോൾ മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനമടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ വിഷയം സഭ നിർത്തിവെച്ച് ഇന്ന് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് ഇടത് എംപിമാർ മാത്രമായിരുന്നില്ല. ഇടത് എംപിമാരോടൊപ്പം കോൺഗ്രസ് എംപിയായ കേരളത്തിൽ നിന്നുള്ള ജബി മേത്തറും മുസ്ലിം ലീഗ് എംപിയായ ഹാരിസ് ബീരാനും ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഇടത് എംപിമാരോടൊപ്പം ചേർന്ന് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുകയുണ്ടായി. എന്നാൽ ഈ നോട്ടീസുകളെല്ലാം പ്രഥമ ദൃഷ്ടിയാൽ തന്നെ തള്ളുന്ന ഒരു തീരുമാനമാണ് സഭാധ്യക്ഷനായ ഉപസഭാധ്യക്ഷനിൽ നിന്നും ഉണ്ടായത്. ഇതിനെ തുടർന്ന് സഭ വല്ലാതെ കലുഷിതമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇതിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം. The notices of Sri A. Rahim, Sri Santosh Kumar P, Dr. John Britas, Dr. V. Sivadasan, Sri Haris Biran, Srimati J.B. Mathur Hisam, and Sri P.P. Sunir have demanded discussion over the alleged unjust arrest of two nuns in Chhattisgarh. Since these notices do not conform to the detailed directives imparted by the chair on why I am explaining the reason imparted by the chair on 8/12/2022 and 19/12/2022, the same are declined. The same are declined. Please go back to your seats. Matters raised with permission, Srimati Sudha Murthy. Srimati Sudha Murthy. Thank you, Please, for giving me permission to talk about education, particularly in Anganwadi. രാജ്യസഭയിൽ ഇതായിരുന്നു അവസ്ഥയെങ്കിൽ ലോക്സഭയും ഇന്ന് ഏറെ പ്രക്ഷുബ്ധമായ ദിവസമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ലോക്സഭ ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ, ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷം സഭ നിർത്തിവെച്ച ബീഹാറിലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്ലക്കാർഡുകൾ അടക്കം ഉയർത്തി പ്രതിഷേധം ആരംഭിച്ചു. എന്നാൽ പ്രതിഷേധം ആദ്യം വകവയ്ക്കാത്ത സഭാനാഥനായ സ്പീക്കർ ഓം ബിർല 8 മിനിറ്റോളം ചോദ്യോത്തരവേള തുടർന്നു എന്നതാണ് ഏറ്റവും ആശ്ചര്യകരമായ വസ്തുത. എന്നാൽ അതിനുശേഷം മന്ത്രിമാരെ കാണിക്കുന്ന ക്യാമറകൾക്ക് മുമ്പിൽ പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്താൻ തുടങ്ങിയതോടെ ഏറെ അസ്വസ്ഥനായ ഓം ബിർല പ്രതിപക്ഷത്തോട് കോപിഷ്ഠനായി സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും നമുക്കിന്ന് കാണാൻ സാധിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കണ്ട് അവസാനിപ്പിക്കാം. माननीय अध्यक्ष जी, प्रश्नकाल क्वेश्चन नंबर 101 श्री दुष्यंत सिंह जी 101 सर. Sir, I would like to ask the Honourable Minister, while Swachhta Green Leaf Rating initiative is welcome steps towards encouraging hygiene and sustainability in tourism sector, may I ask the Honourable Minister whether the government is intends to establish a comprehensive tourism sustainability index similar to the Niti Aayog. माननीय सदस्य, क्या आप सदन बाधित करना चाहते हैं? ऑपरेशन सिंदूर पर चर्चा नहीं करना चाहते? नहीं करना चाहते चर्चा?
मिस्टर गोगोई और आप सब राजनीतिक दल के लोग आए थे। आपने कहा ऑपरेशन सिंदूर पर चर्चा होनी चाहिए, फिर आप सदन बाधित कर रहे हैं। आखिर सदन आप क्यों नहीं चलने दे रहे? प्रश्नकाल माननीय सदस्यों का सबसे महत्वपूर्ण समय होता है। आखिर देश जानना चाहता है कि आप प्रश्नकाल क्यों स्थगित करना चाहते हैं, क्यों आप प्रश्नकाल के अंदर नियोजित बाधा करना चाहते हैं। माननीय प्रतिपक्ष के नेता, आपके दल के नेताओं को समझाओ, इनको सदन में पर्चे फेंकने के लिए, तख्तियां लाने के लिए नहीं भेजा है। आप प्रश्नकाल नहीं चलाना चाहते, आखिर जवाब दो। देश जानना चाहता है कि आप प्रश्नकाल क्यों नहीं चलाना चाहते। 10 महत्वपूर्ण मंत्रालयों पे आज चर्चा होने वाली है। शिक्षा, पर्यावरण, वित्त, श्रम, ऐसे महत्वपूर्ण विभागों पर चर्चा होना चाहती है। सदस्यों का समय होता है, आप प्रश्नकाल नहीं करना चाहते। आखिर क्यों प्रश्नकाल स्थगित करा रहे हो आप? क्यों सदन के अंदर नारेबाजी, तख्तियां और पर्चियां फेंक रहे हो? ये सदन के अंदर मर्यादा आपकी? देश देखना चाहता है कि आप नियोजित तरीके से सदन को बाधित करते हैं, संसद की मर्यादाओं को गिराते हैं, गरिमा को गिराते हैं। आप चर्चा नहीं करना चाहते, आप मुद्दों पर विषय नहीं रखना चाहते, प्रश्नकाल पर माननीय सदस्यों को बोलने नहीं देते आप। ये तरीका आपका उचित नहीं है। मैं फिर आपको आग्रह कर रहा हूं, सदन की मर्यादाओं को बना के रखो। सदन सबका है, देश की 140 करोड़ जनता की अभिव्यक्ति का सर्वोच्च संस्था है। आप इसी तरीके का आचरण व्यवहार करना चाहते हैं, ये देश देखेगा कि आपने प्रश्नकाल को नियोजित तरीके से बाधा पहुंचाई, तख्तियां लहराई, पर्चे फेंके, नारेबाजी करी। सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है।